നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ ക്ഷേത്ര ദർശനത്തിലേക്ക് നമുക്ക് കിടക്കാം. ക്ഷേത്ര നിർമ്മാണ പ്രക്രിയയെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഭൂപരീക്ഷ വരെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഭൂപരിഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഭൂപരീക്ഷയെല്ലാം തന്നെ ചെയ്ത് ലക്ഷണയുക്തമായിട്ടുള്ള ഭൂമി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ദിവസം രാത്രിയിൽ ആചാര്യൻ നിര്യതി കോണിലേക്ക് തിരിഞ്ഞിരുന്ന് ദേഹശുദ്ധ്യാദികളെല്ലാം തന്നെ ചെയ്ത് തെക്ക് ഭാഗത്തിലും വടക്ക് ഭാഗത്തിലുമായിട്ട് 2 സ്വസ്തിക് പത്മം ഇടുന്നു. തെക്കേ സ്വസ്തികത്തിൽ ഗണപതിയെ സങ്കല്പിച്ച് പൂജിച്ച് നിർവിഘ്നത ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വടക്ക് ഭാഗത്തുള്ള സ്വസ്തികത്തിൽ കോടാലി, മഴു, വെട്ടുകത്തി, തൂമ്പ മുതലായ ആയുധങ്ങൾ വെച്ച് വിധിപ്രകാരം പൂജിക്കും. ആചാര്യൻ പൂജിച്ച ഈ ആയുധങ്ങളെ കൊണ്ടുവേണം ക്ഷേത്രം പണിയുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൽ തടസ്സമായി നിൽക്കുന്ന വൃക്ഷലതാദികളെല്ലാം തന്നെ വെട്ടിമാറ്റാൻ. അങ്ങനെ വൃക്ഷലതാദികളെല്ലാം തന്നെ വെട്ടിമാറ്റിയതിനു ശേഷം ആ ഭൂമി നിരപ്പാക്കണം. വാസ്തുവിദ്യ നല്ലതുപോലെ അറിയുന്ന ആചാര്യൻ ദേവാലയത്തിന് വേണ്ടത്ര ആവശ്യമായിരിക്കുന്ന സ്ഥലം അളന്നെടുക്കാം. എല്ലാ ദേവന്മാർക്കും പുന്നമരം കൊണ്ടുണ്ടാക്കിയതും 1 കോൽ നീളവും 6 അങ്കുലം ചുറ്റുമായി ഉറപ്പുള്ള 9 കുറ്റികളെ ഉണ്ടാക്കണം. ആചാര്യൻ അവയെ അസ്ത്രമന്ത്രം കൊണ്ട് പൂജിച്ച് കിഴക്ക് നോക്കി നിന്ന് പ്രാസാദ മധ്യത്തിൽ 1 കുറ്റിയും മതിലിൻ്റെ സ്ഥാനത്ത് കിഴക്ക് മുതൽ ഈശാന കോൺ വരെ 8 ദിക്കിലുമായി 8 കുറ്റിയും നാട്ടി ഓരോ കുറ്റിയിന്മേലും ഈ 2 ചുറ്റുവരുമാറ് 3 ഇഴയോടുകൂടിയ നൂലുകൊണ്ട് ചുറ്റി വിധിക്കനുസരിച്ച് ഭൂമിയെ പരിഗ്രഹിക്കണം. ഇതിനുശേഷം വിധിപ്രകാരം കർഷണം എന്ന ക്രിയ ചെയ്യേണ്ടതുണ്ട്. ക്ഷേത്രത്തിനായി നിശ്ചയിച്ച ആ ഭൂമിയിൽ പ്രാസാദത്തിൻ്റെ സ്ഥാനത്ത് നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ പുരുഷ പ്രമാണമോ അല്ലെങ്കിൽ വെള്ളം, പാറ ഇവയിൽ ഏതെങ്കിലും ഒന്ന് കാണുന്നത് വരെയോ ആയി കുഴിക്കണം. ആ കുഴിയിലെ മണ്ണ് മുഴുവനും എടുത്തു മാറ്റണം. അതിനുശേഷം മറ്റൊരു നല്ല സ്ഥലത്തിൽ നിന്നും കൊണ്ടുവന്ന മണ്ണ് ആ കുഴിയിൽ 3/4 ഭാഗത്തോളം നിറയ്ക്കും. പ്രസ്തുത സ്ഥലം മെഴുകി ശുദ്ധമാക്കി അവിടെ ഒരു വേദി ഉണ്ടാക്കും. ആ വേദിയുടെ ഈശാനകോണിൽ രാത്രി സമയത്തിൽ വാസ്തുപൂജ വിധിപ്രകാരം ചെയ്യേണ്ടതുണ്ട്. വാസ്തുബലി കഴിഞ്ഞതിന് ശേഷമാണ് നിധികലശാദി ഷഡാധാര പ്രതിഷ്ഠ ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് അടുത്ത വാരത്തിൽ പ്രതിപാദിക്കാം. ജ്യോതിഷവിധിയിലെ 3ാം ഘട്ടമായ രക്ഷായന്ത്രത്തിലേക്ക് നമുക്ക് കിടക്കാം. ഈ വാരം നമുക്ക് ഭദ്രകാളി യന്ത്രത്തിനെ കുറിച്ച് അടുത്തറിയാം. ദുർഗാദേവിയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിച്ചിട്ടുള്ളത്. അജ്ഞാനത്തെ നശിപ്പിച്ച് ലോകത്തെ രക്ഷിക്കുക എന്നതാണ് ദുർഗയുടെ കറുത്ത ഭാവമായ കാളിയുടെ ധർമ്മം. ലോകർക്ക് തന്നെ ഭീഷണിയായിരുന്ന ധാരികൻ എന്ന അസുരനെ നിഗ്രഹിക്കുവാനായി ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ഉദ്ഭവിച്ച പരാക്രമശാലിയായ ഭദ്രകാളിയെ ഭജിക്കുന്നത് വളരെയധികം നല്ലതാണ്. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ നിമിത്തം എല്ലാ കാര്യങ്ങളും പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും രോഗദുരിതങ്ങൾ കൊണ്ട് വലയുന്ന വ്യക്തികൾക്കും ഉത്തമ പ്രതിവിധിയാണ് ഭദ്രകാളി യന്ത്രധാരണവും. ജാതകത്തിൽ ചൊവ്വ അനുകൂല ഫലദാതാവായി നിൽക്കുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ ചൊവ്വാദശ, ചൊവ്വയുടെ അപഹാരം തുടങ്ങിയവ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും ഭദ്രകാളി യന്ത്രം ധരിക്കുന്നത് ഗുണം ചെയ്യും. വിധിപ്രകാരം യന്ത്രത്തിന് ചെമ്പ്, വെള്ളി മുതലായ ലോഹങ്ങളിൽ എഴുതാവുന്നതാണ്. യന്ത്രം പൂർത്തിയായതിനു ശേഷം ജലാധിവാസം ചെയ്യാം. പിറ്റേ ദിവസം യന്ത്രത്തിനെ എടുത്ത് പുറ്റുമണ്ണ് കൊണ്ടും നാൽപ്പാമരപ്പൊടി കൊണ്ടും തേച്ച് കഴുകും. പിന്നീട് പുണ്യാഹം ജപിച്ച് തളിക്കുകയും കലശമാടുകയും വേണ്ടതാണ്. അതിനുശേഷം ഭദ്രകാളിയെ വിധിപ്രകാരം ആവാഹിച്ച് സപരിവാരം പൂജിക്കണം. പൂജയോടൊപ്പം തന്നെ പ്രാണപ്രതിഷ്ഠാ മന്ത്രവും തൊട്ടു ജപിക്കാം. അതിനുശേഷം ഭദ്രകാളി മന്ത്രം യഥാശക്തി തൊട്ടു ജപിക്കേണ്ടതുണ്ട്.
ജപത്തിൻ്റെ 10 ഹോമിച്ച് സംവാദം സ്പർശിച്ചതിനു ശേഷം സാധകന് യന്ത്രം ധരിക്കുവാനായി നൽകാവുന്നതാണ്. വിധിപ്രകാരം തയ്യാർ ചെയ്ത ഭദ്രകാളി യന്ത്രം ധരിക്കുന്ന വ്യക്തിക്ക് യാതൊരുവിധ ശത്രുബാധാശല്യങ്ങളും ഏൽക്കുകയില്ല. ദേവീ കടാക്ഷത്താൽ ഐശ്വര്യാദി അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. ഭദ്രകാള്യായുധം യന്ത്രം ലിഖേത്തു കുജവാസരി പ്രാണസംസ്ഥാപനാധീനി കൃത്വാ സംപൂജ്യ ഭക്തിത സന്ധാരയെന്നരശുദ്ധ കൃത്യ ദ്രോഹാദിവർജിത നീരോഗി ജായതേ ശീഘ്രം സജീവേശ്വരതാം ശതം എന്നാണ് ഫലശ്രുതിയിൽ പറയുന്നത്. ഇതിൻ പ്രകാരം ഭദ്രകാളി യന്ത്രം ചൊവ്വാഴ്ച ദിവസം എഴുതുന്നതാണ് ഉത്തമം എന്ന് കാണുന്നു. ചൊവ്വാഴ്ച ദിവസം ശുദ്ധിയോടും ഭക്തിയോടും കൂടി യന്ത്രം എഴുതി മുൻപ് പറഞ്ഞ പോലെയുള്ളതായിരിക്കുന്ന ക്രിയാദികളെല്ലാം ചെയ്ത് യന്ത്രത്തിനെ ചൈതന്യവത്താക്കിയതിനു ശേഷം സാധകൻ ആ യന്ത്രം ധരിക്കുകയാണെങ്കിൽ നീരോഗി ജായതേ ശീഘ്രം സജീവേ ശരതാം ശതം എന്നതാണ് പ്രമാണം പറഞ്ഞിരിക്കുന്നത്. അതായത് വേഗത്തിൽ തന്നെ രോഗമുക്തിയുണ്ടായി ദീർഘായുസ്സോടുകൂടിയിരിക്കുമെന്നാണ് പ്രമാണം. വളരെയധികം ശക്തിമത്തായ ഈ യന്ത്രം വളരെയധികം ഭക്തിയോടുകൂടി വേണം ധരിക്കുവാൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജ്യോതിഷവിധിയിലെ 4ാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. നമസ്കാരം, എൻ്റെ പേര് വിമല. ഞാൻ ബാംഗ്ലൂരിൽ നിന്നുമാണ് എഴുതുന്നത്. UTVയുടെ ഈ പരിപാടി ഞാൻ യൂട്യൂബിലൂടെ സ്ഥിരം കാണാറുണ്ട്. എൻ്റെ മകളുടെ കല്യാണകാര്യത്തിനെ കുറിച്ചിട്ടാണ് എനിക്കറിയേണ്ടത്. നല്ല ജോലി കിട്ടി, ജോലിയെല്ലാം നല്ലതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൂടി വിവാഹത്തിന് നല്ല രീതിയിലുള്ള തടസ്സം കണ്ടുകൊണ്ടിരിക്കുന്നു. കുറച്ച് വർഷങ്ങളായി നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതുവരെയും ശരിയായിട്ടില്ല. കഴിഞ്ഞ വർഷം വിവാഹം വളരെ അടുത്തെത്തി, അത് മുടങ്ങിപ്പോയി എന്നുള്ളതാണ് പൊതുവെ പ്രധാനമായിട്ടും പറയുന്നത്. കുട്ടിയുടെ ജാതകം 1989 ഏപ്രിൽ മാസം 27-ാം തീയതി ഉദയാൽപരം 10:25 വിനാഴികയ്ക്ക് പൂരാടം നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ജാതകപ്രകാരം ഇപ്പോൾ 29 വയസ്സ് കഴിഞ്ഞിട്ട് 2 മാസം 5 ദിവസമായി. ജാതകവശാൽ ഇപ്പോൾ രാഹുദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2018 ഏപ്രിൽ മാസം മുതൽക്ക് രാഹുദശ തുടങ്ങി 2036 ഏപ്രിൽ മാസം വരെ ഉള്ളായിരിക്കുന്ന കാലഘട്ടം വരയ്ക്ക് രാഹുദശയാണ്. രാഹുദശയിൽ ഇപ്പോൾ രാഹുവിൻ്റെ അപഹാരമാണ്. 2020 ഡിസംബർ മാസം വരയ്ക്ക് രാഹു അപഹാരം ജാതകത്തിൽ പറയുന്നുണ്ട്. രാഹുവിൻ്റേതായിരിക്കുന്ന അപഹാരം പൊതുവെ ലഗ്നാൽ ഭാഗ്യസ്ഥാനത്തിൽ നിൽക്കുന്ന രാഹുവാണ്. വിവാഹപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് പൊതുവെ പറയുക രാഹുദശാകാലം. വിവാഹപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല, കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾക്കും വളരെയധികം അനുകൂലമാണ്. പക്ഷേ വിവാഹ രാശി നോക്കുന്ന സമയത്തിൽ 7-ാം ഭാവത്തിൽ ചന്ദ്രനും ശനിയുമുണ്ട്. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ 7-ാം ഭാവത്തിലോട്ട് ദൃഷ്ടി ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ പാപദൃഷ്ടിയോടുകൂടി 7-ാം ഭാവത്തിൽ ശനി വന്ന് നിൽക്കുന്നത് ദോഷം ചെയ്യും എന്നാണ് പൊതുവെ പറയുക. ദ്യൂനെ ജരാം ഗച്ഛതി, വിവാഹം താമസിച്ച് നടക്കുക എന്നുള്ളതായിരിക്കുന്നൊരു വിഷമത പൊതുവെ പ്രധാനമായിട്ടും ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, അഷ്ടമാധിപനായിരിക്കുന്ന ശനിയാണ് 7-ാം ഭാവത്തിലുള്ളത്. അഷ്ടമാധിപനും മാരകനായി നിൽക്കുന്ന ചന്ദ്രൻ്റെ യോഗം ആ ശനിക്ക് പൊതുവെ പ്രധാനമായിട്ടും നിൽക്കുന്നുണ്ട്. അതും ദോഷപ്രദമാണ്. 7-ാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴമാകട്ടെ 12-ൽ ദുരിതസ്ഥാനത്തിലായിട്ടാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ പൊതുവേ ഒരു വിവാഹം നടന്ന് ബുദ്ധിമുട്ടാകേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. കല്യാണം നടക്കാതിരുന്നത് എന്തുകൊണ്ടും നന്നായി എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. കാരണം കഴിഞ്ഞ ആ 2018 ഏപ്രിൽ മാസത്തിന് മുൻപ് ചൊവ്വാദശാകാലമായിരുന്നു ജാതകത്തിൽ 7 വർഷത്തോളം. ചൊവ്വ ജാതകത്തിൽ പ്രതികൂല രാശിയിൽ നിൽക്കുന്ന ചൊവ്വയാണ്. പൊതുവെ ശത്രുക്ഷേത്രമായിരിക്കുന്ന ബുധൻ്റെ വീട്ടിലാണ് ആ ചൊവ്വ ഗുളികനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. ഭാവാധിപത്യം കൊണ്ട് 6-ാം ഭാവത്തിൻ്റെയും 11-ാം ഭാവത്തിൻ്റെയും ആധിപത്യം ചെയ്യുന്ന ആ ചൊവ്വ ദോഷം ഫലദാതാവായിട്ടാണ് പൊതുവെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ചൊവ്വാദശയിൽ തന്നെ വിഷമതകളും പ്രയാസങ്ങളും ഒരുപാട് അനുഭവിക്കണം എന്നുള്ളതായിരിക്കുന്നൊരു യോഗം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ആ വിവാഹം അടുത്ത് വരെ എത്തി എന്ന് പറഞ്ഞ ആ വിവാഹം നടന്നിരുന്നെങ്കിൽ
വീണ്ടും പ്രയാസങ്ങൾ വരേണ്ട ഒരു സമയമായിട്ടാണ് പൊതുവെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിവാഹം നടക്കാതിരുന്നത് നന്നായി എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഹുവിൻ്റെ ദശാകാലം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവും ഗുണം ചെയ്യുന്ന രാഹുവായിട്ടാണ് പറയുക. എങ്കിലും അഷ്ടമാധിപൻ്റെ 7ാം ഭാവസ്ഥിതിയും ഭാവാധിപൻ്റെ 12ലുള്ളതായിരിക്കുന്ന സ്ഥിതിയുമെല്ലാം തന്നെ പരിഗണിക്കുന്ന സമയത്തിൽ ദേവീക്ഷേത്രത്തിൽ 7 വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അടുപ്പിച്ച് സ്വയംവര പുഷ്പാഞ്ജലി വഴിപാടായിട്ട് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. വിവാഹം വേഗം നടക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, നല്ലൊരു വിവാഹം ലഭിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് വേണം സ്വയംവര പാർവതി മന്ത്രം കൊണ്ട് സ്വയംവര പുഷ്പാഞ്ജലി നടത്തിക്കേണ്ടത്. പറ്റുമെങ്കിൽ സ്വയംവര യന്ത്രം ഏലസിലാക്കി ധരിക്കുന്നതും വളരെയധികം നല്ലതാണ്. തിങ്കളാഴ്ച ദിവസം വ്രതം പോലെ ആചരിക്കുന്നതും ഗുണം ചെയ്യും. ശിവനെയും പാർവതിയെയും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക. സർപ്പത്തിൻ്റെ അമ്പലത്തിൽ 100 പാലും വഴിപാട് കൂടിയിട്ട് നടത്തുക. ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതലൊക്കെ വിവാഹത്തിന് അനുയോജ്യമായിട്ടുള്ള സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അടുത്ത് തന്നെ വിവാഹ സാധ്യത ജാതകത്തിൽ പ്രധാനമായിട്ടും കാണുന്നുണ്ട്. മേൽപ്പറഞ്ഞ വഴിപാടുകളെല്ലാം തന്നെ നടത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹ സാധ്യത ജാതകത്തിൽ കാണുന്നുണ്ട്. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികളെ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലം അറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ, UTV, ആദിത്യ ഇൻ മനങ്ങോട്, നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം: KP ശ്രീവാസ്തവ്, പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320192. ഇമെയിൽ keralaastrologer0192@gmail.com. വെബ്സൈറ്റ് www.keralaastrologer.com. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സഹസ്ര കലശാഭിഷേകം